ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈസ്റ്ററിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസ്റ്റർ എഗ്ഗിൻ്റെ ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഈസ്റ്റർ എഗ്ഗിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈസ്റ്ററും എഗ്ഗും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മെസപ്പൊട്ടോമിയയിലെ ആദിമ മനുഷ്യരിൽ നിന്നാണ് ഈ ഒരു ട്രഡീഷൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. വസന്തകാലത്തിന്റെ ദേവതയാണ് എസ്തർ. എസ്തറിന് അവർ മുട്ടകൾ കാഴ്ചയായി സമർപ്പിച്ചിരുന്നു. ഈ ഒരു ട്രഡീഷനിൽ നിന്നാണ് ഈസ്റ്റർ എഗ്ഗിന്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എസ്തർ എന്ന വാക്കിൽ നിന്നാണ് ഈസ്റ്റർ എന്ന വാക്ക് ഉണ്ടായത് എന്നും കരുതപ്പെടുന്നു. മുട്ടയുടെ തോട് പൊട്ടി കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. പുതുജീവനെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. ഈശോയുടെ ഉയർപ്പിനെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒഴിഞ്ഞ മുട്ടത്തോടെ ഈശോയുടെ ഒഴിഞ്ഞ കല്ലറയെയും സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ എഗ്ഗുമായി ബന്ധപ്പെട്ട് 2 പ്രശസ്തമായ ഗെയിംസ് ഉണ്ട്. ഈസ്റ്റർ എഗ് ഹണ്ടും അതുപോലെ തന്നെ ഈസ്റ്റർ എഗ് റോളിങ്ങും. ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ പതിയെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു നീഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എഗ്ഗിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ എൻഡിലുമായിട്ട് ഓരോ ഹോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഹോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം കുറച്ചൊന്ന് ഫോഴ്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ഹോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് വലുതാക്കി എടുക്കുവാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നീഡിലില്ല എന്നുണ്ടെങ്കിൽ കോമ്പസ് വെച്ചും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ ഒരു എഗ്ഗിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ എൻ പോർഷനിലും നമ്മൾ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് പുറത്തേക്ക് കളയണം. അതിന് വേണ്ടിയിട്ടാണ് ഹോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ചെയ്ത ഒരു ഹോളിൽ കൂടി നന്നായിട്ട് ബ്ലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഹോളിൽ കൂടിയിട്ട് ഈ ലിക്വിഡ് പുറത്തേക്ക് പോകും. ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ലിക്വിഡും നമ്മൾ കളയണം. നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾ ക്രിയേറ്റ് ചെയ്ത് ഈ ലിക്വിഡ് കളയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മുട്ടയുടെ മേൽഭാഗം മാത്രം പതിയെ ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് കുലുക്കിയെടുത്ത് കളഞ്ഞാൽ മതിയാവും. അതിനുശേഷം ഗ്യാപ്പ് വരുന്ന പോർഷനിൽ ടിഷ്യൂ പേപ്പറും ഗമ്മും ഉപയോഗിച്ച് ആ ഹോൾ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ലിക്വിഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളഞ്ഞു. ഇനി ഷെല്ല് മാത്രം മതി. ഇപ്പോൾ ഞാൻ ആ ഒരു ഷെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ്ഗിൻ്റെ ഷെല്ലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു പേപ്പർ ടേപ്പാണ് എടുക്കുന്നത്. പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മിഡിലൊന്ന് ചുറ്റിക്കൊടുക്കുവാണ്. അതായത് നമുക്ക് പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും ആ മിഡിൽ പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ടേപ്പ് ചുറ്റിയെടുക്കുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടേ അത് പിടിക്കാവുള്ളൂ. കാരണം മുട്ടത്തോടെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. ടേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് അക്രലിക് പെയിൻ്റ് ആണ്. അതായത് പേൾ അക്രലിക് കളേഴ്സ് ആണ്. പേൾ കളേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു തിളക്കം കിട്ടും. നോർമൽ അക്രലിക് പെയിൻറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 3 കോട്ടെങ്കിലും അടിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും പേൾ കളേഴ്സ് ആകുമ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ വളരെ മൈൽഡായിട്ടേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് ഉണങ്ങി കഴിയുമ്പോൾ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു എഗ് ഷെല്ല് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഈസ്റ്റർ എഗ് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ടോപ്പ് പോർഷനിൽ ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത പോർഷനിലായിട്ട് ഒരു ഗോൾഡൻ കളർ പെയിൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണേലും കൊടുക്കാം. അതുപോലെ തന്നെ ഡിസൈനിങ് പാർട്ടും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ 3D ഔട്ട്ലൈനേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് ചെയ്യാനും അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ 2 പോർഷനും പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി നടുക്കൊട്ടിച്ച ആ ഒരു ടേപ്പ് പതിയെ ഇളക്കി മാറ്റണം. അധികം ഫോഴ്സ് കൊടുക്കാതെ വേണം ഈ ഒരു ടേപ്പും റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ഇനി റിമൂവ് ചെയ്ത ആ ഒരു പോർഷനിലും നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേപ്പർ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വി ഷേപ്പ് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളറായ ഒരു ബ്ലൂ കളറാണ്.
അടുത്തതായിട്ട് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ബഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. സിമ്പിൾ റൗണ്ട് ഡിസൈൻ ആണ് ചെയ്ത് കൊടുക്കുന്നത്. ബഡ്സ് ആ പെയിന്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഡോട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സെക്ഷനും പെയിന്റ് ചെയ്യുവാണ്. അതായത് നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്ത സ്ഥലത്ത് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കൊണ്ട് തന്നെ ഡോട്ട്സ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ എഗ് റെഡി ആയിരിക്കുവാണ്. എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.